നമസ്കാരം. വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. കലാനാഥൻ മാസ്റ്ററുടെ സ്മരണയിൽ പരപ്പനങ്ങാടി നവജീവൻ വായനശാല ഏർപ്പെടുത്തിയ നവജീവൻ ജനപ്രിയ പുരസ്കാരം സമ്മാനിച്ചു. പുളിക്കലകത്ത് പ്ലാസ്റ്റ ഓഡിറ്റോറിയത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് അവാർഡ് സമ്മാനിച്ചത്. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. എല്ലാ അധികാരങ്ങളും കേന്ദ്രീകൃതമാക്കാൻ ശ്രമം നടക്കുന്ന ഈ കാലത്ത് ദാർശനിക തലത്തിലും പ്രവൃത്തിയിലും വികേന്ദ്രീകരണം എന്ന ആശയം സ്വാംശീകരിക്കുകയും സ്വന്തം പഞ്ചായത്തിൽ നടപ്പാക്കുകയും ചെയ്ത ആളായിരുന്നു കലാനാഥൻ മാഷെന്ന് പ്രൊഫസർ പറഞ്ഞു. അദ്ദേഹത്തെപ്പോലൊരു മഹാവ്യക്തി സ്മരണവാക്കുകളിലോ ചിന്തകളിലോ മാത്രമല്ല ഉണ്ടാകേണ്ടത് എന്നും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ജനപ്രതിനിധികൾ മുന്നോട്ടു വരണമെന്നും മാഷ് ഊന്നിപ്പറഞ്ഞു. വള്ളിക്കുന്ന് പഞ്ചായത്തിലെ KV അജയ്കുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. ജൂറിയുടെ പ്രത്യേക പുരസ്കാരം മഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലർ അഹമ്മദ് ഹുസൈൻ മേച്ചേരിക്ക് കലാനാഥൻ മാഷുടെ പത്നി ശോഭ ടീച്ചർ സമ്മാനിച്ചു. T. അജിത് കുമാർ കലാനാഥൻ മാഷെ അനുസ്മരിച്ച് സംസാരിച്ചു. ജൂറി അംഗം സായി കിഷോർ പുരസ്കാര നിർണയത്തിൽ ഉപയോഗിച്ച മാനദണ്ഡങ്ങളെക്കുറിച്ചും നിർണയ രീതികളെക്കുറിച്ചും സംസാരിച്ചു. മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷ നേതാവ് T. കാർത്തികേയൻ, വാർഡ് കൗൺസിലർ ജൈനിഷ മണ്ണാറക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് വിനോദ് തള്ളശ്ശേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് സെക്രട്ടറി മനീഷ് KP സ്വാഗതവും വനിതാവേദി സെക്രട്ടറി K. ശീതള നന്ദിയും അർപ്പിച്ചു. MTയുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി നിഷ പന്താവൂർ രചിച്ച് സാക്ഷാത്കരിച്ച പെൺതെളിച്ചം എന്ന ഏകപാത്ര നാടകം അരങ്ങേറി. വെട്ടം ന്യൂസ്, താനൂർ.